ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സെല്ലുലോയിഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സെല്ലുലോയിഡിൽ അഞ്ചാം വേദം എന്ന് പറയുന്ന മലയാളത്തിൽ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രത്തിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള മുജീബ് സാർ ഉണ്ട്, ആൻഡ് അതിൽ വളരെ നല്ലൊരു വേഷം ചെയ്ത സൗമ്യ ഉണ്ട്, ആൻഡ് ഹീറോ വിഹാനുണ്ട്. സോ മൂന്ന് പേർക്കും വെൽക്കം ടു സെല്ലുലോയിഡ്. ഞാൻ ഈ സിനിമയുടെ പോസ്റ്റർ ഇപ്പം ശ്രദ്ധിക്കുകയായിരുന്നു. അതിൽ അഞ്ചാം വേദം എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ എഴുതിയിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് കുറേ ഹിന്ദു പുരാണത്തിലുള്ള ദൈവങ്ങളുടെയും ഒരു പർദ്ദ ഇട്ട ഒരു മുസ്ലിം വനിതയുടെയും അങ്ങനെ. അപ്പം എന്താണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ടും അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ പടങ്ങൾ കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ സിനിമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ വേർതിരിവിലാണ് ജീവിക്കുന്നത്. അത് മാറിയിട്ട് നമ്മൾ സ്നേഹത്തിൻ്റെ സമത്വത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ സിനിമ ചിലപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഒരു ഇടതുപക്ഷ ചായ്വ് അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെ സാധ്യതയുണ്ട്. പക്ഷേ സത്യത്തിൽ അതൊന്നും അല്ല. ഇത് ഒരു മുസ്ലിം പശ്ചാത്തലത്തിലാണ് കഥ പറയണമെങ്കിൽ പോലും ഇതൊരു എന്താ പറയുക ഒരു സ്ത്രീ സമത്വം എന്നുള്ള വിഷയമാണ് നമ്മൾ ആധികാരികമായിട്ട് പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഈ സിനിമയിലൂടെ. പിന്നെ എല്ലാ കാലത്തും സ്ത്രീകൾ, കാരണം ഏത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും എല്ലായിടത്തും സ്ത്രീകൾ പൊതുവെ ഒരു രണ്ടാം സ്ഥാനത്തേക്കാണ് പോണത്. അപ്പോൾ അതൊന്നും മാറി ഒന്ന് ചിന്തിക്കാനായിട്ട് പര്യാപ്തമാകും എന്നുള്ള ഒരു രീതിയിലൊരു സിനിമ അത്രേ ഉള്ളൂ. ഓൾറൈറ്റ്. അപ്പം ഈ ഒരു സിനിമയിലൂടെ അഞ്ചാം വേദം എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളത്തിൽ ഒരു പുതുമുഖ നായകനെ കൂടി കിട്ടുകയാണ്. ആൻഡ് വിഹാൻ വിഷ്ണു ആണ് അദ്ദേഹം. സോ വിഹാൻ, വെൽക്കം ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. വിഹാന്റെ ഫസ്റ്റ് ഫിലിം അല്ലേ ഇത്? ഇതെന്റെ ഫസ്റ്റ് ഫിലിം. ഓക്കെ. അപ്പം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടറുടെ പേരെന്താ? ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സത്താർ എന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്ന. എനിക്ക് എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു ഹാപ്പിനെസ് ആയിട്ടൊരു മൊമെൻ്റാണിത്. ഇതിലേക്ക് എത്തിപ്പെട്ടത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കയറി വന്നത്. സോ എനിക്ക് ഈ കഥാപാത്രം ഭയങ്കര ഹാപ്പി ആയിരുന്നു കിട്ടിയപ്പോൾ. ഫുൾ ഒരു എൻ്റെ ക്യാരക്ടറുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തൊരു തരത്തിലുള്ള സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ് സത്താർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന സന്തോഷം. സൗമ്യയെ പറ്റി പറയുകയാണെങ്കിൽ സൗമ്യ ഇതിനകത്ത് ലിറിസിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. സോ ബിഫോർ ദാറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിൽ ഏത് ജോലി ചെയ്തതാണ് ഏറ്റവും എൻജോയ് ചെയ്തത്? ബിഹൈൻഡ് ദ സ്ക്രീൻ നിന്ന് ചെയ്തതാണോ, അതായത് ഒരു ആക്ടറായി നിന്നപ്പോഴാണോ, അതോ ഇതിൻ്റെ പാട്ടിന് വേണ്ടിയിട്ട് വരികൾ കൊടുത്തപ്പോഴാണോ ഏറ്റവും എൻജോയ് ചെയ്തത്? ആക്ച്വലി ഇത് ഫസ്റ്റ് ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ട് എഴുതി. ഈ ഒരു പാട്ട് ഞാൻ ഏറ്റവും ഡെഡിക്കേഷനോടുകൂടി തന്നെ എഴുതിയൊരു പാട്ടാണ്. അത്രയും നന്നായിട്ടത് എഴുതാനും അത് ചിത്രചേച്ചിയെ കൊണ്ട് തന്നെ അത് പാടിപ്പിക്കാനും പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. അത് നന്നായി എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഒരു പടത്തിൽ നല്ലൊരു ക്യാരക്ടർ വിഷ്ണുവിൻ്റെ സിസ്റ്ററായിട്ടാണ് ചെയ്തേക്കണേ. നല്ല രീതിയിൽ തന്നെ എൻ്റെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. ആക്ച്വലി ഒരു തുടക്കക്കാരി എന്നുള്ളൊരു രീതിയിൽ ഒരു ലിറിസിസ്റ്റ് എന്ന പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആദ്യത്തെ പാട്ട് തന്നെ, അതായത് ആ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു പാട്ട് തന്നെ ചിത്രചേച്ചിയെ പോലുള്ള ഒരു സിംഗറെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ എങ്ങനെ നോക്കി കാണുന്നത്? അത്രയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും അത് വിചാരിച്ചിരുന്ന കാര്യമല്ല. ഇത് ഈ പാട്ട് എഴുതിയ സമയത്തും വിചാരിച്ച കാര്യമല്ല. പക്ഷെ അത് എന്തായാലും ചിത്ര ചേച്ചീനെ കൊണ്ട് തന്നെ പാടിക്കാനുള്ളൊരു നിയോഗം ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗ്യം എനിക്കുണ്ട്. ഓക്കെ. അപ്പം ഈ സിനിമയിലേക്ക് ആദ്യം വന്നത് ലിറിസിസ്റ്റ് ആയിട്ടാണോ അതോ ഒരു ആക്ട്രസ് ആയിട്ടാണോ, എങ്ങനെയായിരുന്നു? ആദ്യം ലിറിക്കാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയായിരുന്നു. കാസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ നല്ല രീതിയിലൊരു ക്രൂ മെമ്പേഴ്സൊക്കെ നല്ല രീതിയിലൊരു കുടുംബം പോലെ തന്നെ നിന്ന് എല്ലാവരും വർക്ക് ചെയ്തു. അങ്ങനെ കുറച്ചധികം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അങ്ങനെയാണ് വന്നതെന്നല്ലേ? സാർ പറയൂ, എങ്ങനെയാണ് അപ്പം സൗമ്യ ഇതിനകത്തൊരു വേഷം ചെയ്യാൻ, എന്നാൽ പിന്നെ നിനക്ക് തന്നെ വേഷം ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ വരുമായിരുന്നു? അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമാ രംഗത്ത് പുതുമുഖമാണ്. എനിക്ക് സിനിമയായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പം സത്യത്തിൽ ഞാൻ എൻ്റെ സിനിമാ ബന്ധം തുടങ്ങണത് ഉടൽ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കുറച്ച് ഒരു ഫണ്ട് ഞാൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു നാസർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് പ്രൊഡ്യൂസർ. അപ്പോൾ അങ്ങനെ പുള്ളിയായിട്ടുള്ള സമ്പർക്കം മൂലം അപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊരു കഥ പറയുകയുണ്ടായി. അങ്ങനെയാണ് അപ്പോൾ കഥ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞെങ്കിൽ നീ തന്നെ അത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ ഞാൻ ആ കഥ തിരക്കഥയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1-2 പേരെ സമീപിച്ചു. അങ്ങനെ
അപ്പോഴാണ് ബിനീഷ് രാജ് എന്ന് പറഞ്ഞത് സൗമ്യയുടെ ഹസ്ബൻഡാണ്, പരിചയപ്പെട്ടു. അങ്ങനെ പുള്ളി തിരക്കഥ എനിക്ക് കൃത്യമായിട്ട് എഴുതി തന്നു. അങ്ങനെയാണ് സൗമ്യയായിട്ട് പരിചയപ്പെടുന്നതും. പിന്നെ ആ ഒരു ബന്ധത്തിലാണ് അപ്പോൾ പാട്ടിൻ്റെ കാര്യങ്ങളും എല്ലാം അങ്ങനെ സംസാരിച്ചപ്പോഴാണ് സൗമ്യ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സൗമ്യ ട്രൈ ചെയ്തത്. സാറിനിപ്പോൾ സൗമ്യ ചെയ്തതിൽ ഏത് ജോലിയാണ് വളരെ പ്രിയപ്പെട്ടതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് തോന്നുന്നത്? അതെനിക്ക് തോന്നുന്ന ആക്ടിങ് തന്നെ. എനിക്ക് അപ്പൊ ഒരു ഭാവിയുള്ളൊരു നടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ ഫിലിം ബിഗ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു രംഗത്തുള്ള ഏതൊരു വ്യക്തിയുടെയും ഒരു വലിയ ഒരു എന്താ പറയുക ആഗ്രഹമാണ് ബിഗ് സ്ക്രീനിൽ നമ്മുടെ ഫേസ് എവിടെയെങ്കിലും ഒന്ന് വരിക എന്നുള്ളത്. അപ്പോൾ ഒരു ഹീറോ ആയിട്ട് ഈ ഇത്രയും ഒരു മുഴുനീള കഥാപാത്രം വരെയാണ്. സോ സിനിമ ഇറങ്ങാൻ പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടോ? ടെൻഷനുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എന്തൊക്കെയോ ഫീലിങ്സ് ഭയങ്കരമായിട്ടുണ്ട്. അത് നമ്മൾ പണ്ട് മുതലേ ഈ തിയേറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ ഒരു മുഖം അവിടെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ബസ്സിൽ പോകുന്ന സമയത്ത് സൈഡിലെ പോസ്റ്ററുകൾ കാണുമ്പോൾ നമ്മുടെ മുഖം കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അത് സംഭവിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഹൈ ആണ്. ഒരു പീക്ക് മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. എനിക്കറിയില്ല, അതൊരു ട്രാൻസ് പോലെ ഇങ്ങനെ ഫൈനലി എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നല്ലൊരു ഹിറ്റ് ആവട്ടെ. സാർ, ഇതിപ്പം നേരത്തെ ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് ഞാൻ ചോദിച്ചപ്പം പറയുന്നുണ്ടായിരുന്നു റിലിജിയനും പൊളിറ്റിക്സും എല്ലാം ഉണ്ടെന്ന്. അപ്പം സിനിമയിലിപ്പം സിനിമാ രംഗത്തേക്ക് ഓരോ പുതിയ ചിത്രം വരുമ്പോഴത്തേക്കും ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് ചില കാര്യങ്ങൾ കോൺട്രവേഴ്സീസ് ആകാനായിട്ട് ചാൻസും ഉണ്ട്. അപ്പം റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ വെച്ച് ആദ്യ ചിത്രം ചെയ്യുകയാണ്, അതെന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടാക്കും? അല്ല, അങ്ങനെ ടെൻഷനില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയണ പ്രമേയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി വെച്ചിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നത് തൊലാക്ക് എന്ന് പറഞ്ഞ സംഭവം. അതായത് ഒരു പുരുഷന് സ്ത്രീയെ അറിയാമല്ലോ ഡൈവോഴ്സ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്നുള്ള രീതി തൊലാക്ക് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ആ സെയിം കമ്മ്യൂണിറ്റി തന്നെ സ്ത്രീക്കൊരു അവകാശം കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ കുല അല്ലെങ്കിൽ ഫസഖ്, ഇത് രണ്ടുമാണ് പറഞ്ഞത്. ഇപ്പോൾ ഫസഖ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് അതുപോലെ പുരുഷനെ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത ഒരു സംഭവമാണ്. അത് കാലാകാലങ്ങളിൽ ഈ എല്ലാ കമ്മ്യൂണിറ്റിയിലും, എല്ലാ മതത്തിലായിക്കോട്ടെ പൊളിറ്റിക്സിലായിക്കോട്ടെ എപ്പോഴും എല്ലാം ഹാൻഡിൽ ചെയ്യണത് ആണുങ്ങളായിരിക്കും. അപ്പോൾ മെയിൽ ഡൊമിനേറ്റഡ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇന്ന് ഈ ഫസഖ് എന്ന് പറഞ്ഞാൽ പല സ്ത്രീകൾക്ക് പോയിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല ഇത് എന്താണെന്ന്. ഒരു 99% നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നറിയാം. പക്ഷേ കേരള നമ്മുടെ ഓണറബിൾ ഹൈക്കോർട്ട് വരെ 3 പ്രാവശ്യം ഈ റീസെൻ്റായിട്ട് ഈ കുല എന്ന് പറഞ്ഞ ഈ ഫസഖ് എന്ന് പറഞ്ഞ എടുത്തിട്ട് ഈ ഡൈവോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ന് സമൂഹം ഇതിനെപ്പറ്റി അറിയില്ല. അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞാലും ഒരു പക്കാ കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്തായാലും ചിത്രചേച്ചി പാടിയ ആ ഒരു പാട്ട് എന്ന് പറഞ്ഞല്ലോ, സൗമ്യ ഇങ്ങനെ പാടൂലേ? ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമ്മുടെ സെല്ലുലോയിഡിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ സോങ് രണ്ടുപേരും. അകലയായി 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 ഏകയായി ഞാനിന്നേകയായി ഈ ദൂരയാത്രയിൽ ഞാൻ മാത്രമായി ഈ കൂടൊഴിഞ്ഞ ജില്ലയിൽ ഞാൻ ഏകയായി യാബി യാബി യാബി. എന്തായാലും ഇനി ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ ചേച്ചിയുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാനായിട്ട് ഇത് ഹൈ പിച്ചിലാണ് ചേച്ചി പാടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യാണ് അത് കാണാനായിട്ട്. സോ എന്തായാലും ഇപ്പം നമ്മുടെ കൂടെ സൗമ്യയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ വേറൊരാളെ കൂടി ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് കുറച്ചധികം വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാനായിട്ട്. അപ്പോൾ സൗമ്യ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു ഇക്ക. ഒരുപാട് എനിക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അലിയനായിട്ട് അഭിനയിച്ച വിഷ്ണു, ക്രൂ മെമ്പേഴ്സ്, എൻ്റെ ഹസ്ബൻഡാണ് ബിനീഷ് രാജ്, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, ഇക്കയുടെ സപ്പോർട്ട്, അദ്ദേഹം നന്നായി സപ്പോർട്ട് ചെയ്തു കോമ്പിനേഷൻ സീനൊക്കെ ചെയ്യാനായിട്ട്.
അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഓ, അപ്പൊ ഭാര്യയെ വിട്ടിട്ട് ഭർത്താവിനെയാണ് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് ഒക്കെ? നല്ല രീതിയിലുണ്ട്. ഉണ്ട്. എനിക്ക് സെയിം ഇതേപോലെയുള്ള ഇതേ ഏജുള്ള ഒരു അനിയനുണ്ട്. അപ്പോൾ ആ ഒരു ബോണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. ചില ഷോട്ടുകളൊക്കെ നൈസാണ്. അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടി അടിക്കുന്നു. മനസ്സറിഞ്ഞൊരു അടി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് സൗമ്യ. എന്തായാലും ഒരുപാട് നല്ല വേഷങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ സൗമ്യ ചേച്ചി പറഞ്ഞു വിട്ടിട്ട് ഞാനിവിടെ ബിനിഷേട്ടനെ വിളിച്ചിരുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയായിരുന്നു ഭാര്യയെ റീപ്ലേസ് ചെയ്ത് ഹസ്ബൻഡിനെ വിളിക്കുകയാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് മേ ബി ഒരു കുടുംബമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരു കുടുംബ ചിത്രം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചാം വേദം? മൊത്തത്തിലൊരു കുടുംബ ചിത്രം പോലെയാണ്. കാരണം എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ ടീമായിട്ട് നിന്നിട്ടുള്ളൊരു നല്ലൊരു വർക്കായിരുന്നു. അതുകൊണ്ട് ഭാര്യ ഉള്ളത് കൊണ്ട് മാത്രമല്ല, എല്ലാവരുമായിട്ട് ഒരു ഫാമിലി ബോണ്ടിങ് വന്നിരുന്നു അല്ലേ? ബിനിഷേട്ടൻ ഇപ്പം ഇതിനകത്ത് പറയണ്ടായിരുന്നു, ഇവരൊക്കെ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഇതിനകത്ത് VFX ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് ആയിട്ട് ചീഫ് അസോസിയേറ്റ് അല്ലേ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഇങ്ങനെ പല റോൾസ് കൈകാര്യം ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു ടഫ് ജോബ് ആയിരുന്നോ? ടഫ് ജോബാണല്ലോ. കാരണം റൈറ്റിങ് അത് വേറൊരു ആർട്ടാണല്ലോ. പിന്നെ VFX ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് തമിഴിൽ 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ പറഞ്ഞ VFX എന്ന് പറയുന്നത് ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്കത് പുറത്തു കൊടുത്ത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ റിസ്ക് ഏറ്റെടുത്ത് അങ്ങോട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ്. ഇതിന് പുറമെ ഇതിനകത്തൊരു നല്ല വേഷം കൂടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിരുന്നു. അപ്പം അതെങ്ങനെ ചേച്ചിയുടെ തന്നെ പേര് ജീവിതത്തിലെ പോലെ തന്നെയാണോ ഇതിനകത്തും? അല്ല, അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതാണ്. അങ്ങനെ തന്നെയാണോ? അല്ല, ആ വേഷം ചെയ്തു എന്ന് പറയുന്നത് അഭിനയിക്കുക എന്നുള്ളത് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 10-25 വർഷമായിട്ട് പോലും ഇന്നുവരെ അഭിനയിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. അത് മുജീബ് ഖാനെ വളരെ നിർബന്ധപൂർവ്വം ആ ക്യാരക്ടർ ഏൽപ്പിച്ചതാണ്. അതെന്താണ് സാർ അപ്പം അദ്ദേഹത്തെ കൊണ്ട് തന്നെ ക്യാരക്ടർ ചെയ്യിപ്പിക്കേണ്ട ഒരു റീസൺ? അത് ഞങ്ങൾ ആദ്യം ഒരു പോലീസ് ഓഫീസറുടെ വേഷം ഓർന്നു. ഒരു ലേഡീനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആ ഒരു വേഷം ചെയ്യാനായിട്ട്. അന്ന് അവർക്ക് ഒരു അസൗകര്യം പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ബിനീഷ് ഇത് എഴുതിയ ആളാണ്, ആപ്റ്റായിട്ട് അതിൻ്റെ ഇൻഡെപ്തിലേക്ക് പുള്ളിക്ക് കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ബിനീഷ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി ആദ്യം ഒരു ചെറിയൊരു മടിയൊക്കെ കാണിച്ചെങ്കിലും പക്ഷേ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ചെയ്ത ഒരു 2-3 പേരിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഒരു തുടക്കക്കാരനെന്ന രീതിയിൽ ഒരു വലിയ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ ഉള്ള ഒരു കോൺഫിഡൻസും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒന്ന് എൻ്റെ ലുക്ക് അല്ലെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ അതിന് ആപ്റ്റ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് മേക്കപ്പ് മാൻ്റെ വളരെ സമൃദ്ധമായ ഇടപെടൽ എന്നെ നല്ലൊരു പോലീസുകാരനാക്കി മാറ്റിയായിരുന്നു അല്ലേ? അടിപൊളി. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് അപ്പൊ ചേച്ചിയായിട്ട് യാതൊരു ബന്ധമുള്ളൊരു കഥാപാത്രമല്ല. അല്ല, ഇത് സിനിമ തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിൻ്റെ അന്നാണ് നമ്മൾ ബിനീഷിനോട് അഭിനയിക്കാൻ പറഞ്ഞത്. അല്ലാണ്ട് ഒരു നേരത്തെ പ്രിപ്പയർ ചെയ്തൊന്നും അല്ലായിരുന്നു. വിഹാൻ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിന്റെ ഭാഗം? അതൊരു കാസ്റ്റിംഗ് കോൾ വഴിയാണോ അതോ എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ നേരത്തെ ഇവരുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് അവിടെ വെച്ച് അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റാണ് സിനിമ. ഒരു നടനാവണമെന്ന് അച്ഛനും ഭയങ്കര ആഗ്രഹം. ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ കേട്ടു ഒരു ചാൻസ് ഉണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ അന്ന് റീൽസൊക്കെ ചെയ്ത് നടക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു റീല് അന്ന് കടുവ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റീല് ഞാൻ എടുത്തു. അത് ഇവർ കണ്ടു. അച്ഛൻ മുഖേനയാണത് കണ്ടത്. അങ്ങനെ കണ്ട് ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു ചെറിയ റോളാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അപ്പം ചെന്നപ്പോൾ ഹീറോ ആയിട്ട് ചെയ്യണം എന്നുള്ളതായി. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ അതിപ്പോൾ ഇതിൽ വന്നു. അങ്ങനെ ജോയിൻ ചെയ്യുമായിരുന്നു. ഇപ്പം വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു നടനാവണമെന്ന് പറഞ്ഞു. അപ്പോൾ മകൻ്റെ ആദ്യത്തെ സിനിമയിൽ മകൻ നായകനാവുകയാണ്. എന്താണ് വീട്ടുകാരുടെ ഒരു റെസ്പോൺസ് ഒക്കെ? ഒരു വേറെ ലെവലിലേക്കൊക്കെ ആയി നിൽക്കുകയാണ് അവർ. ഹാപ്പിനെസ്സിൻ്റെ അങ്ങ് അറ്റത്താണ് അവർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകേണ്ട വിഹാനല്ല. കാരണം ഞാനൊരു സിനിമ ചെയ്യേണ്ടെന്ന് അറിഞ്ഞ് അത് വേറൊരു ആൾ വർത്തമാനം അറിഞ്ഞാണ് ഈ വിഹാൻ്റെ ഫാദർ. അങ്ങനെ അറിഞ്ഞ അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യണേ. എല്ലാ ദിവസവും വിളിക്കും ശരിക്കും പറഞ്ഞാൽ. എന്തായി സാറ് പ്രൊജക്റ്റ് തുടങ്ങിയെന്നും പറഞ്ഞ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊരു
നമ്മൾ ധ്യാൻ ശ്രീനിവാസനെ സമീപിച്ചാണ് അങ്ങനെ പോയതാണ്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി, കാരണം നമ്മളൊരു പുതിയൊരാളായത് കൊണ്ടിട്ടും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൊണ്ടിട്ട് ഞാൻ പിന്നെ പുതിയ ആളുകളെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ തിരിച്ച് പ്രസാദ് എന്നാണ് ഫാദറിനെ, പ്രസാദേട്ടനെ വിളിക്കുന്നു. പ്രസാദേട്ടൻ പറഞ്ഞു എങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം. അങ്ങനെയാണ് പുള്ളിയാണ്. അതിന് ശേഷമാണെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാണെങ്കിലും ഇന്നും എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് അയക്കും. ഈ സിനിമേനെ പറ്റി എല്ലാ ദിവസവും വിഹാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ എന്നെ വിളിക്കുന്നത് വിഹാൻ്റെ ഫാദർ, സത്യം പറഞ്ഞത്. കാരണം പുള്ളിയാണ് വിഹാനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആവും വിഹാൻ്റെ ഫാദർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത്. കാരണം മോനെ സിനിമ നടനാക്കി അടങ്ങും എന്നുള്ളൊരു വാശി പോലെയാണ് പുള്ളിക്ക് എനിക്ക് തോന്നിയത്. അപ്പൊ വിഹാൻ ഇത് ചെറുപ്പം തൊട്ടേ വിഹാനോട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, അതായത് വലുതാവുമ്പോൾ നീ ഇങ്ങനെ ആകണം? അങ്ങനെ എന്നോട് പറയാറില്ല. അച്ഛന് ഒരു നല്ല നിലയിലെത്തി കാണണമെന്ന് ആഗ്രഹമുള്ളൂ. ഇത് പറയുമ്പോൾ വിഹാനെ കണ്ണൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല നിലയിലെത്തി കാണണമെന്നാണ് ആഗ്രഹമുള്ളത്. അമ്മയ്ക്കും അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനൊരു മേഖലയിലേക്ക് വന്നു കിട്ടിയെന്നറിഞ്ഞപ്പോഴേ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്തായി കാര്യങ്ങൾ, എന്തായി എന്നുള്ളത്. ഇപ്പോൾ സിനിമ ഇറങ്ങാൻ പോകുന്നു, തിയേറ്ററിൽ എവിടെ തിയേറ്റർ, എപ്പോഴാണ് കാണാൻ പോകുന്നത്, ആരൊക്കെ നമ്മളെ വിളിക്കണ്ടേ, പറയണ്ടേ, എടുക്കണ്ടേ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എനർജി ലെവലിൽ ഹൈ ഇങ്ങനെ നിൽക്കുന്നു. അച്ഛൻ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും. തീർച്ചയായിട്ടും അതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. ഈ സിനിമാ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് വിഹാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ആക്കി. ഞാൻ പെട്രോളിയം പഠിത്തമായിരുന്നു, അത് കംപ്ലീറ്റ് ആക്കി. അതിനിടയിലും ഇങ്ങനെ ഓരോരോ ചാൻസ് ചോദിച്ച് പോകും. ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ശരിയായില്ല. അപ്പം സ്ട്രഗ്ലിങ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം രണ്ട് കാര്യം ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഒരു ലിമിറ്റ് എത്തിയപ്പോൾ നമ്മൾ ഈ സിനിമ ഉപേക്ഷിച്ച്, ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രവാസ ജീവിതം തന്നെ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഗൾഫിലേക്ക് പോകാൻ റെഡിയായതാണ്. പക്ഷെ എന്നെ വീണ്ടും പിടിച്ച സിനിമയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അതെ, അങ്ങനെ വന്നു വീണ്ടും. അപ്പൊ ഇനി എന്താണ് പ്ലാൻ? ഗൾഫിൽ പോവാൻ ഉള്ളൊരു തീരുമാനത്തെ എന്താക്കി? ഇനി സിനിമ ഉണ്ടായാൻ പോകും. അടിപൊളി. നല്ല ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, മലയാള സിനിമയിൽ ഒരു നല്ല നായകനായിട്ട് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുകയാണ്. അപ്പം ഈ എന്താ പറയുക, ജോലിയുണ്ട്, കാസ്റ്റിംഗ്, ഓരോ കാര്യങ്ങൾ, ആക്ടിങ്ങിന് അവസരങ്ങൾ ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇതിലിടയിൽ കൂടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കൂടെ കളിച്ചിട്ടുണ്ട് നമ്മൾ അറിയണ്ടായിരുന്നു. സോ ടെൽ us about that. അത് ഈ ചാൻസ് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെന്ന് പെട്ടതാണ് അതിനകത്തും. അങ്ങനെ തന്നെ പറയാം. ഞാൻ വലിയ ക്രിക്കറ്റ് പ്ലെയറൊന്നുമല്ല. ബട്ട് നമുക്കറിയാവുന്ന ഡോക്ടർ സുബിത് വിൽസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടീമിലാണ് കയറിയത്, സുബി സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത്. ആ ടീമിൽ കയറിയിട്ട് കുറച്ച് ക്രിക്കറ്റൊക്കെ കളിച്ചു. പിന്നെ അങ്ങോട്ട് പറ്റണില്ല. അത് കഴിഞ്ഞ് വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പഠിത്തത്തിലേക്ക് വീണ്ടും പോയി. അപ്പം നമ്മൾ ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ലാലേട്ടൻ കളിക്കുന്നുണ്ട്, ചാക്കോച്ചൻ കളിക്കുന്നുണ്ട്, ഉണ്ണിമുകുന്ദൻ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കളിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു? എനിക്ക് മറ്റ് കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്, അവരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ ഇവരുടെ അടുത്തൊന്നും എത്താൻ പറ്റിയില്ല എനിക്ക്. അതെ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സിനിമയിൽ ഇപ്പം റിലീസായിട്ടുണ്ട്, ഇനി അവരുടെ കൂടെ അഭിനയിക്കാനായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. അപ്പം സാർ ഇതിപ്പം ഡെബ്യൂ ഡിറക്ഷൻ ആണെന്ന് പറഞ്ഞു. സാർ എന്ത് ചെയ്യായിരുന്നു അപ്പം ഒരു സിനിമാ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ്? ആക്ച്വലി ഞാൻ ഒരു IT കമ്പനി ചെയ്യുന്നുണ്ട്, ഒരു സിനി സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയറക്ടറാണ്. അതുകൂടാണ്ട് എക്സ്ട്രാനെറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയറക്ടർ, അത് ISP ആണ്. അങ്ങനെ 2 കമ്പനികളിൽ ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റും ചെയ്തിട്ടുണ്ട്, അതിൽ ഡയറക്ടറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനി സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ശരിക്കും നീ സ്ട്രീം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ റിലീസായ പ്ലാറ്റ്ഫോമാണത്. അതിൽ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്ത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സിനിമയിലേക്ക് പതുക്കെ വന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ബിനീഷ് ചേട്ടാ, ഈ സിനിമ അല്ലാതെ ഇപ്പം 22 വർഷമായിട്ട് സിനിമാ മേഖലയിൽ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് തമിഴ് സിനിമയും ചെയ്തിട്ടുണ്ട്, 2 തമിഴ് സിനിമയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്, അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? 2017 റിലീസ് ഇലൈ എന്ന് പറയുന്ന ഒരു മൂവിയാണ് ആദ്യം തമിഴിൽ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടം. അതിനുശേഷം സാത്താൻ എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തു. അത് ഡയറക്ഷൻ കംപ്ലീറ്റായി റിലീസിങ്ങിന് വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിലാണ് 5-ാം ഭേദത്തിൽ മുജീബിക്കയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ചെന്നൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നിൽക്കുക. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, താങ്കളൊരു മലയാളിയായിട്ട് എന്തുകൊണ്ടാണ് മലയാളത്തിലൊരു തുടക്ക സിനിമ ചെയ്യാതെ തമിഴിൽ ചെയ്തത്? ഇതിൽ ആദ്യ തമിഴ് സിനിമ ചെയ്തപ്പോൾ അവിടെ എല്ലാവരും ചോദിച്ച അതേ ചോദ്യമാണിത്. കാരണം ഇത്രയും വർഷം ഇവിടെ നിന്നിട്ടും പറ്റാഞ്ഞത് ഞാൻ തമിഴ്നാട്ടിൽ ചെന്ന് 3 മാസം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ആളുകളുണ്ടായി. അതെന്താ ആ ഒരു വ്യത്യാസം? അതായത് ഇവിടെ ഇപ്പോൾ സിനിമ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കുന്നതാണോ? അപ്പം അതൊരു വലിയ ഇൻഡസ്ട്രി അല്ലേ, ഇവിടത്തേക്കാൾ അധികം തിയേറ്ററുകളും ഇവിടത്തേക്കാൾ അധികം ടെക്നീഷ്യൻസും ഒരുപാട് മൂവീസും മീൻസ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, വലിയ മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേയും കൂടി പിന്നെ ഈ VFXും അത്യാവശ്യം ഈ എഡിറ്റിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാ മേഖലയും കൈവയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു ചെറിയ ബജറ്റ് പടത്തിലേക്ക് എത്താൻ പറ്റി. അപ്പം ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രോജക്ട്സ് ഒക്കെ ലൈൻഡ് അപ്പ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ഒരു പ്രോജക്റ്റ് ഇപ്പം തമിഴിൽ അഡ്വാൻസ് ലെവലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. ജയ്മോഹൻ സാറാണ് അത് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. PS-ൻ്റെ ഒക്കെ റൈറ്ററാണ്. ലക്ഷ്മി റായിനെ ഹീറോയിനാക്കിയിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടുത്തെ അപ്ഡേഷൻ. ഓക്കെ. അപ്പം ഇതിനകത്ത് ഇപ്പം പ്രധാന വേഷം ചെയ്ത 2 ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് നായികയുടെ പടമല്ലേ ഇത്? ഓൾറൈറ്റ്. എന്താണ് വേഷം? എന്താണ് ഇപ്പോൾ ആളിവിടെ ഇല്ല, അപ്പം എന്താണ് ആളുടെ പേര്? ഒരു സുനു ലക്ഷ്മി എന്നാണ് പേര്. പുള്ളിക്കാരി ഇതൊരു ഹീറോയിൻ ഓറിയൻറ്റഡ് ഫിലിമാണ് ശരിക്കും. പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് എന്തോ വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇത് വരാൻ പറ്റാതിരുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി എന്തായാലും. പിന്നെ ഞാൻ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഈ സിനിമയുടെ കഥയും ഇങ്ങനെ വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞാണ് ബിനീഷിനെ പരിചയപ്പെട്ടത്. അങ്ങനെ ബിനീഷിനെ പരിചയപ്പെട്ടാണ് ഇത്ര പെട്ടെന്നൊരു സിനിമയിലേക്ക് എനിക്ക് വരാനും കാരണം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി. കാരണം എൻ്റെ ഒരു പരിചയക്കുറവുണ്ടായിരുന്നു, അതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതാണ് ബിനീഷ്. അങ്ങനെയാണ് ഇത്രയും പെട്ടെന്നൊരു സിനിമ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും പുള്ളി തന്നെ തന്നത്. ഓക്കെ. അപ്പം എന്തായാലും 5-ാം വേദത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും പറയുകയാണ്. വിഹാൻ ഒരുപാട് നല്ല വേഷങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. വൈഫിൻ്റെ അടുത്ത്, സൗമ്യചേച്ചിയുടെ അടുത്ത് പ്രത്യേകം പറയണം, ഇനി ഒരുപാട് നല്ല പാട്ടുകളും വേഷങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഒത്തിരി നല്ല മലയാളം തമിഴ് സിനിമകളും ഒക്കെ വരട്ടെ എന്ന വിഷയമാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ദി എൻറ്റയർ ടീം. അപ്പം ഐ വിൽ ക്യാച്ച് യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് സെല്ലുലോയിഡ്. ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ്. ബൈ.